നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കെ മുരളീധരൻ വലിയ കൊമേഡിയനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കോമഡി കേട്ട് ചിരിക്കാത്തവരായി നമ്മുടെ കേരളത്തിൽ ആരും തന്നെയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കോമഡി ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജി സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പ്രമുഖ മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഒരു വായ്ത്താളം ഏറ്റെടുത്ത് പിടിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇങ്ങനെ 8ൻ്റെ പണി മേടിച്ച് ചുരുണ്ടുകൂടിയിരിക്കുന്നത്. 8ൻ്റെ പണി എന്ന് തന്നെ പറയാം. നമുക്കറിയാം, കേരളത്തിൽ കോവിഡ് കാലത്തിന് മുൻപ് തന്നെ കേരളത്തിൽ പൊതിച്ചോറ് വിതരണം നടത്തി വന്ന ഒരു സംഘടനയാണ് DYFI എന്ന് പറയുന്ന സംഘടന. ആ സംഘടന നമ്മുടെ സംസ്ഥാനമൊട്ടാകെ ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും അതോടൊപ്പം മെഡിക്കൽ കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് എത്ര പൊതി കൊടുത്തു എന്ന് ചോദിച്ചാൽ അറിയില്ല, ഭക്ഷണം വിതരണം ചെയ്യുന്നു. നമ്മൾ ആലോചിക്കുക, ഭക്ഷണം അവർക്ക് വേറെ ഒന്നുമല്ല കൊടുത്തത്. അവരുടെ വീടുകളിലേക്ക് കൊണ്ടുചെന്ന് ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലം സമ്മാനിക്കുന്ന പ്രകടന പത്രികയല്ല കൊടുത്തത്, ഭക്ഷണമാണ്. നമുക്കറിയാം, ഒരു രോഗി, ആ രോഗിയുടെ വരുമാനം ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതോടുകൂടി അവസാനിക്കുന്നു. എന്തുകൊണ്ടാണ്? പൊതുവിൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ധർമാശുപത്രിയാണ് സാധാരണക്കാരായ ഒരാൾക്ക് മികച്ച ചികിത്സ നൽകുന്നതിന് വേണ്ടി കെട്ടി ഉയർത്തപ്പെട്ടിട്ടുള്ള ആശുപത്രികൾ. അപ്പോൾ ആ മെയിൻ ഒരാൾക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ വരുന്നതോടുകൂടി ആ കുടുംബത്തിൻ്റെ വരുമാനം നിലയ്ക്കുകയാണെന്നേ. ഒപ്പം കൂട്ടിരിപ്പുകാരായ ഒരാൾ കൂടി വരുമ്പോൾ അയാളുടെ ജോലിയും നഷ്ടപ്പെടുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കൂലിവേലക്കാരായ 2 പേരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം. ഒരു ദിവസം, ഇന്നത്തെ കാലം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഉച്ചയൂണിന് മാത്രമായി ഒരാൾക്ക് ഏകദേശം 70 മുതൽ 80 രൂപ വരെ ചിലവാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു ഉച്ചയൂണിന് മാത്രമായി 160 രൂപയാണ് ആശുപത്രിയിൽ ഇരിക്കുന്ന ഒരു രോഗിക്കും അയാളുടെ കൂട്ടിരിപ്പുകാരനും ചിലവാകുന്നത്. 10 ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരുമ്പോൾ ആ 160 എന്നുള്ളത് 1600 രൂപയായി മാറുന്നു. ഇതിനു പുറമെ മരുന്ന്, ലാബ് തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ ഇവർക്ക് വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. ആ കൂട്ടത്തിൽ അവർക്ക് ആ 160 രൂപയെങ്കിലും അവർക്ക് ഒരു ദിവസം ലാഭിക്കട്ടെ എന്ന് കരുതിയിട്ടാകാം ഭക്ഷണം നൽകുന്ന ഒരു ശീലം DYFI ആരംഭിച്ചത്. എന്നാൽ കെ മുരളീധരൻ ഇപ്പം വല്ലാത്ത ചൊറിച്ചിലാണ്. അത് കാണുമ്പോൾ വല്ലാത്ത ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത ചൊറിച്ചിൽ. അതിൻ്റെ ഇടയ്ക്ക് അതിന് എന്താ പറയുക, ചെറുതനം തേച്ച് കൊടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നായ്ക്കുർണപ്പൊടി ഇട്ട് കൊടുത്തത് ജി സുധാകരൻ എന്ന് പറയുന്ന പൂർവ്വകാല കമ്മ്യൂണിസ്റ്റ് നേതാവ്. എങ്ങനെയെങ്കിലും ഇവിടെ വഴിതടസ്സമുണ്ടാകുക, വഴിതടസ്സപ്പെടുത്തിക്കൊണ്ട് സ്ഥലം കയ്യേറിക്കൊണ്ടാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. നാണമുണ്ടോ കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രി നിങ്ങൾക്കിങ്ങനെ പറയാൻ? നിങ്ങളുടെ മന്ത്രിസഭ അധികാരത്തിൽ കയറിയതിന് ശേഷം നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഓക്സിജൻ ലഭിക്കാതെ മരണപ്പെട്ടു ഈ പവർ കട്ട് കാരണം. ആര് കാരണം? നിങ്ങളുടെ സ്വന്തം വൈദ്യുത വകുപ്പ് മന്ത്രിയും ഈ പറയുന്ന പേരാവൂരിൻ്റെ MLAയുമായ KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി വക്കീലിൻ്റെ വകുപ്പ് കാരണം ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് ഒരു ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ നടത്തിയ വിതുരയിലാണെന്ന് തോന്നുന്നു, നടത്തിയ സമരം കാരണം ഒരു രോഗിക്ക് ആംബുലൻസിൽ വെച്ച് മരിക്കേണ്ട ഗതികേടുണ്ടായി. ഈ പറയുന്ന ഒരു പയ്യനെ നമുക്കറിയാം, നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്ത് ഒരു കുട്ടിയെ അവിടുത്തെ പന്നിക്കണിയിൽ വീണിട്ട്, ഇലക്ട്രിക് കണിയിൽ വീണിട്ട് മരണപ്പെട്ടു. അന്ന് ഈ ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ കാണിച്ചു കൂട്ടി അവിടുത്തെ ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി അവിടേക്കുള്ള പ്രധാന പാത ഉപരോധിച്ചു. ആലോചിച്ച് നോക്കൂ, ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ ആശുപത്രിയുടെ അവകാശ ലംഘനം, രോഗിക്ക് കിട്ടേണ്ട അവകാശ ലംഘനം നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്, ഒന്നല്ല പല തവണ. അപ്പോൾ ഇതൊക്കെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കേണ്ടി വരുമെന്നേ. എന്നിട്ട് പറയാണ് സ്ഥലം കയ്യേറുന്നു. അവിടെ നിന്ന് 2 കൊടി കുത്തിയതാണ് പ്രശ്നം. അവർക്ക് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പുണ്യപ്രവൃത്തിയെക്കുറിച്ചോ അവർക്ക് ഭക്ഷണം നൽകുന്നതിനെക്കുറിച്ചോ അതിനെ ഒരു വാക്കുകൊണ്ട് പോലും പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ വേണ്ടെന്നേ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള 2 നേതാക്കന്മാർ അത് പറഞ്ഞു കഴിഞ്ഞു. PJ കുര്യൻ എന്ന് പറയുന്ന ഒരു നേതാവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയും സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിച്ചു നോക്ക്. അവർ 2 പേരും DYFI നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയുണ്ടായി. അത് മാത്രം പറയാൻ കഴിയില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് ഒരക്ഷരം നല്ലത് പറയാനില്ല എന്നുള്ളതാണ് ഇതിനകത്തിൽ ഏറ്റവും രസകരമായ കാര്യം. യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെണ്ണ് കേസുകളുടെ ഒരു വലിയ നിര തന്നെ അതിനകത്തേക്ക് എടുത്തിടേണ്ടി വരും. പിന്നെ തൊഴുത്തിൽ കുത്തിൻ്റെ വലിയൊരു കഥ പറയേണ്ടി വരും. പരസ്പരം ഉണ്ടാക്കിയ തല്ലിനെക്കുറിച്ചും വ്യാജ ID കാർഡ് നിർമ്മാണത്തെക്കുറിച്ചും ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട് നടത്തിയ കുടില ശ്രമങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ പറയേണ്ടി വരുമെന്നേ. അപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നല്ല 4 വാക്ക് പറയാൻ എന്തേ കെ മുരളീധര നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം അങ്ങനെയൊന്നും ഇല്ല. അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം.
അതുകൊണ്ടാണ് കെ മുരളീധരന് ഡിവൈഎഫ്ഐക്കാർ ഈ ഒരു പ്രവൃത്തി നടത്തുമ്പോൾ വല്ലാണ്ട് ചൊറിച്ചിലെടുക്കുന്നത്. ഇതേ കെ മുരളീധരൻ്റെ പിതാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ട് അല്ലെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഇവിടെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കഞ്ഞി വിതരണം നടക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞിരുന്നോ? കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു. അതും സംഭവിച്ചു കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെ ചെയ്യാം ഇവിടെ, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഡിവൈഎഫ്ഐക്കാർ 3-4 കൊടിയും വെച്ചിട്ട് അവർ ഭക്ഷണപ്പൊതി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പബ്ലിക് ന്യൂയിസൻസ്. ഏറ്റവും വലിയ എന്താ പറയുക, പബ്ലിക് ന്യൂയിസൻസ് അതാണ്. ഇതാണ് നമ്മുടെ കെ മുരളീധരൻ കണ്ടെത്തിയ ഏറ്റവും വലിയ കാര്യം. കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കും. കമ്മ്യൂണിറ്റി കിച്ചൺ ഉള്ളത് തന്നെ നേരെ നടത്തിക്കൊണ്ട് പോകാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ആലോചിക്കുക. ഇപ്പോൾ കെ ഫോണിന് വരെ ബില്ല് അതാത് സ്കൂളുകൾ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പുതിയ നിയമം വരെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരികയാണ്. അപ്പം ഈ അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ. തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ചൂരൽമല ഉരുൾപൊട്ടൽ സമയത്ത് അവിടെ ഡിവൈഎഫ്ഐക്കാർ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുമ്പോൾ ഒട്ടും ഖദറിൽ ചുളിവ് വീഴാതെയോ ചെളി പറ്റിക്കാതെയോ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ യൂത്ത് കോൺഗ്രസിനെ നയിച്ചുകൊണ്ട് വന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനായിരുന്നേ. ആ വി.ഡി. സതീശൻ വന്ന് അവിടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആ പ്രവർത്തനങ്ങളിൽ അവരോട് നന്ദി രേഖപ്പെടുത്തുമ്പോൾ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന അതേ യൂത്ത് കോൺഗ്രസ്സുകാരാ അവരുടെ ഒരെണ്ണത്തിൻ്റെ ഡ്രസ്സിൽ ചെളി പറ്റിയിട്ടില്ല. എന്തിനെ? ഖദർ ചുളുങ്ങിയിട്ട് കൂടിയില്ല. കാരണം അവരൊക്കെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? അവരെല്ലാവരും പേഴ്സണൽ മേക്കപ്പ് മാനെ വെച്ച് അവരുടെ ഹെയർ ഡ്രസ്സിങ് നടത്തുന്നു, അവർക്ക് വേണ്ട ഡ്രസ്സ് കോസ്റ്റ്യൂമുകൾ ഡിസൈൻ ചെയ്യുന്നു, അങ്ങനെ തുടങ്ങി നിരവധിയായ പരിപാടികളാണ് അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കതിന് ആ ചെളി പറ്റിക്കാനോ അവരുടെ ഹെയർ സ്റ്റൈലിന് കോട്ടം വരാനോ ഒന്നും പറ്റില്ലല്ലോ. അതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പുതിയ രീതി. അപ്പം ഇങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പറയുന്നു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഭക്ഷണം വേണേ വിതരണം ചെയ്യോട്ടെ, സ്ഥലം കയ്യേറിയതാണ്. പിന്നെ ഡിവൈഎഫ്ഐക്കാർ സ്ഥലം കയ്യേറി ആ സ്ഥലം പതിച്ച് ഡിവൈഎഫ്ഐയുടെ പേരിൽ എഴുതിയെടുത്തു. അവിടെയാണല്ലോ ഇനി AKG സെൻറ്റർ പണിയാൻ പോകുന്നത് അല്ലേ? അതായിരിക്കും പിന്നെ കെ മുരളീധരനുള്ള വിഷമം. എൻ്റെ പൊന്ന് കെ മുരളീധര, ആദ്യം നന്ദാവനത്തുള്ള നിങ്ങളുടെ, അതായത് കെ മുരളീധരൻ്റെയും BJP നേതാവായ പത്മജയുടെയും പിതാവ് കെ കരുണാകരൻ്റെ സ്മാരക മന്ദിരം നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾ ആദ്യം ആരംഭിക്കുന്നതിന് അതിനുവേണ്ടി 3 തവണ പിരിച്ച തുക എവിടെയെന്ന് ചോദിക്കാൻ നിങ്ങളുടെ KPCC അധ്യക്ഷനോട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരോട് നിവർന്ന് നിന്ന് ചോദിക്കാനുള്ള നട്ടലുണ്ടോ കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിക്ക്? ഇപ്പോൾ ഇല്ലല്ലോ. എന്നിട്ട് മതി ഡിവൈഎഫ്ഐക്കാർ സ്ഥലം കയ്യേറിയതിനെ കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ ഈ രീതിയിൽ കോൺഗ്രസിനകത്ത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 35 കോടിയൊക്കെ പിരിഞ്ഞു കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. 5,38,00,000 കണക്കുകൾ മാത്രം ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു സിഗരറ്റ് കൂടിൻ്റെ പുറകെ കൊണ്ടുവന്ന് എഴുതി അവതരിപ്പിച്ചപ്പോൾ ആ ബാക്കി കണക്കുകളൊക്കെ എവിടെ പോയി എൻ്റെ സണ്ണി വക്കീലെ എന്ന് ചോദിക്കാൻ ഒരു തവണയെങ്കിലും നാക്ക് പൊങ്ങിയോ ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടേത്? പക്ഷേ ഇവിടെ അന്നം മുടക്കികളാണ്. നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത്. ഈ കോവിഡ് വന്ന് സർവ്വതും നമ്മളെല്ലാം അടച്ചുപൂട്ടലിരുന്ന സമയത്തും ആ മുഖ്യമന്ത്രി നമ്മളെ പഠിപ്പിച്ചത് ഭക്ഷണം നൽകണമെന്നാണ്. കുരങ്ങുകൾക്കടക്കം തെരുവ് നായകൾക്കടക്കം എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിന് ഒരു മുൻകരുതൽ ഉണ്ടാകണമെന്ന് ഇവിടെ ജനങ്ങളെ പഠിപ്പിച്ച ഒരു മുഖ്യമന്ത്രി അതായിരുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞ കഴിഞ്ഞ കാലത്തെ മുഖ്യമന്ത്രി. പക്ഷേ അദ്ദേഹം ആരെയും നോക്കി ചിരിക്കില്ല. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. കള്ളം പറഞ്ഞാരെയും സൂചിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാലം മാറി. നമുക്ക് പൂക്കി ചിരി മതി, നമുക്ക് ചിരിക്കുന്ന മുഖ്യമന്ത്രി മതി, നമുക്ക് മാറ്റമുണ്ടാകണം. ആ മാറ്റമുണ്ടായപ്പോൾ പാവപ്പെട്ടവർക്ക് ആ ആശുപത്രിയിൽ കിടക്കുന്ന നിർധനരായ രോഗികൾക്ക് കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണപ്പൊതി പോലും തട്ടിപ്പറിച്ച് കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള കാര്യത്തിൽ നമുക്ക് വല്ലാത്ത വിഷമവും അതോടൊപ്പം തന്നെ വല്ലാത്ത പുച്ഛവും തോന്നുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.